സാരി എന്ന് പറയുമ്പോഴുണ്ടല്ലോ എനിക്കൊരു തരം പ്രാന്ത. നാട്ടിൽ നിന്ന് ടൈമിൽ എൻ്റെ ഒരുപാട് സാരി ബ്ലൗസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ടീച്ചിങ് ഫീൽഡ് ആയതുകൊണ്ട് പിന്നെ പറയണ്ടല്ലോ. ഇപ്പോഴും ഒരു കളക്ഷനൊക്കെ എൻ്റെ കയ്യിലുണ്ട്. UK നിൽക്കുവാണെങ്കിൽ ഞാൻ BEd പഠിച്ചു തുടങ്ങിയ ടൈമിലാണ് ശരിക്കും നല്ല രീതിയിൽ സാരി കൊടുക്കാൻ ഞാൻ പഠിച്ചത്. അതിന് മുന്നേയും ചില ഫംഗ്ഷനുകൾക്കൊക്കെ ഞാൻ തന്നെ സാരി വാരി ചുറ്റിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നടക്കാൻ പറ്റൂല, കാലെടുത്ത് വെക്കാൻ പറ്റാത്ത രീതിയിലായിരുന്നു കേട്ടോ ഞാൻ. അപ്പോൾ നമുക്ക് വിഷയത്തിലോട്ട് വരാം. ഞാനിന്ന് ഒരു തമിഴ് സ്റ്റൈലിൽ സാരി എടുത്ത് ഒരുങ്ങണം എന്നുള്ള ഒരു പൂതിയിലാണ്. അതിന് ഭയങ്കരമായിട്ട് തമിഴ് ടച്ച് വരുന്ന സാരി ഒന്നും ഇല്ലെങ്കിലും എൻ്റെ കയ്യിലുള്ള ഒരെണ്ണം വെച്ച് ഞാൻ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. കുറച്ച് വളയൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്തു. തനിക്ക് നാഗവലിയുടെ ആഭരണങ്ങളൊക്കെ കാണണ്ടേ? മുല്ലമുട്ടുമാല, മാങ്ങാമാല, മേക്കാമോതിരം, കാശുമാല, നെറ്റിച്ചുട്ടി. അയ്യോ, ചെലങ്കയുടെ കാണുന്നേ. അങ്ങനെ ഫൈനലി ഞാൻ ഒരു ജുമുക്ക സെലക്ട് ചെയ്തു. ഇനി ജുമുക്കയുടെ കൂടെ പോകുന്ന തരത്തിലുള്ള ഒരു മാലയും കൂടെ വേണം. അത് ഞാൻ സെലക്ട് ചെയ്തു. ഒരു പളുങ്കും കല്ലും ഒക്കെ വെച്ച ഒരു മാല. സത്യം പറഞ്ഞാലുണ്ടല്ലോ, ഇത് സാരി എടുക്കുമ്പോഴത്തേനും നമ്മുടെ ഓവറോൾ ലുക്കിനെ ബാധിക്കുന്ന ഒരു സംഭവം എന്ന് പറയുമ്പോൾ നമ്മുടെ ഹെയർ സ്റ്റൈൽ. അപ്പോൾ എനിക്ക് തമിഴ് ടച്ച് ആയതുകൊണ്ട് തന്നെ ഞാൻ ഈ മുടി വന്നിട്ട് പിന്നെ അങ്ങോട്ട് ഒരു റെഡ് സാധനം വെച്ച് ഷിങ്കാറൊക്കെ ഇല്ലേ, അത് വെച്ചിട്ടൊക്കെ കുത്തണമെന്നുണ്ട്. അത് എൻ്റെ ഇല്ലാത്തതുകൊണ്ട് ഐലൈനർ വെച്ച് ഞാൻ ഒരു കുത്തി അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ഒരു ചന്ദനം കൂടി ഇട്ട് കൊടുത്തു. ഇതാണ് നമ്മുടെ ഫൈനൽ. പിന്നെ കാണുമ്പം എനിക്ക് തമിഴ് ടച്ചായിട്ട് വലുതായിട്ട് തോന്നുന്നില്ല, പക്ഷെ എങ്കിലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം.